5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലതാ സജ്ജി വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതായത് നമ്മുടെ ബന്ധങ്ങളെ ഒരിക്കലും കളയാതെ എന്നും ബന്ധങ്ങളെ നിലനിർത്തി, സ്നേഹബന്ധങ്ങളായാലും രക്തബന്ധങ്ങളായാലും അവയെ നിലനിർത്തി ജീവിച്ചു പോരുക, മറ്റുള്ളവർക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ സമ്പാദിക്കുക, അല്ലേ? ഈ ലോകമെല്ലാം നമ്മളെ വീക്ഷിക്കുന്ന ആ ഒരു രീതിയിൽ, ആ വീക്ഷണം നല്ല കാഴ്ചയായിരിക്കണം. മോശമായ രീതിയിൽ ആരും വീക്ഷിക്കാനുള്ള ഇട വരുത്തരുത്. നമ്മുടെ വളർച്ച അങ്ങനെയായിരിക്കണം. അപ്പോൾ ഒരു പട്ടം പോലെ നൂലറ്റു പോവാത്ത ഒരു പട്ടം പോലെ ആവണം നിങ്ങളുടെ യശസ്സും, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കവി. ഇനി കവി ലാസ്റ്റ് 4 വരിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാനവനെന്നും വഴക്കടിച്ചും കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താ നഭസിൻ മീതെ പാറട്ടെ എന്നുമൻ കൊച്ചുപട്ടം. എന്താണ്? മാനവനെന്നും മാനവർ മനുഷ്യർ, ദാനവർ ഈശ്വരന്മാർ. അപ്പം മാനവർ എന്നും വഴക്കടിച്ചും തമ്മിൽ തല്ലിയും എന്താ പറയുക, അത്യാഗ്രഹം മൂലം ചെയ്യുന്ന ഒരു മോശം പ്രവൃത്തികൾ ചെയ്തും എങ്ങനെയായാലും കോലം കെടുത്തിയതാണ് നമ്മുടെ പാര്. നമ്മുടെ ഈ ലോകത്തിനെ കോലം കെടുത്തി ജീവിക്കാൻ കൊള്ളാത്ത രീതിയിലാക്കി കളഞ്ഞു മനുഷ്യർക്ക് ജീവിക്കേണ്ട പാരാണിത്, അല്ലേ? മനുഷ്യർ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ നശിച്ചു കിടക്കുകയാണെങ്കിൽ പോലും ഈ ലോകത്തിന് നന്മയിലേക്കൊരു വഴികാട്ടി എന്ന പോലെ പാവന ചിന്താ നഭസിൻ, നല്ല ചിന്തകൾ, പാവനമായ ശ്രേഷ്ഠമായ പരിശുദ്ധമായ ചിന്തകളോടെ ഈ നഭസിൻ്റെ മീതെ, ഭൂമിയുടെ ആകാശത്തിലേക്ക് നമ്മുടെ ഈ പട്ടം പാറട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ പാറട്ടെ എന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ് നമ്മുടെ കവി. എൻ്റെ കൊച്ചു പട്ടം അങ്ങനെ ആയി പോകട്ടെ. പട്ടം ഒരു പ്രതീകമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ പട്ടം അങ്ങനെ തന്നെ പോകട്ടെ എന്ന് വെച്ചാൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന, അല്ല, എല്ലാവർക്കും ഒരു മോഡലാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ജീവിത രീതിയിൽ തന്നെ ജീവിച്ചു പോകട്ടെ. ഇവിടെ പട്ടമാവുമ്പോൾ അത് ഉയർന്നുയർന്നുയർന്ന് എന്നാൽ നൂലറ്റു പോവുകയും അരുത്. ആ രീതിയിൽ എല്ലാ രീതിയിലും പ്രശസ്തമായി തീരട്ടെ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. പി കുഞ്ഞിരാമൻ നായരുടെ അർത്ഥവത്തായ ഈ കവിത എല്ലാവരും ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോകളെല്ലാം എടുത്ത് നോക്കി ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് അതിൽ തന്നെയുണ്ട്. അതായത് ഓരോ ഖണ്ഡികയുടെയും അർത്ഥമാണല്ലോ, ആശയമാണല്ലോ ആസ്വാദനക്കുറിപ്പിലേക്ക് വരിക. അപ്പം ആസ്വാദനക്കുറിപ്പ് എഴുതാൻ കൂട്ടുകാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പി കവിതകൾ വാള്ളി 1 വാള്ളി ആണ്. അതിലാണ് നമ്മുടെ ഈ പട്ടം പറക്കട്ടെ എന്നുള്ള ഈ കവിത വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തേത്, ഇതിലെ ക്വസ്റ്റ്യൻ ചെറിയ ചെറിയ ചോദ്യോത്തരങ്ങൾ ഉണ്ടാവും, ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ചൊല്ലി രസിക്കുക. 3 or 4 ഗ്രൂപ്പുകളായി കവിത ചൊല്ലും. കവിത ചൊല്ലാൻ ഈണം താളവും ഒക്കെ അറിയാവുന്ന കൂട്ടുകാരായിരിക്കും നിങ്ങളെല്ലാം. നല്ല രീതിക്ക് കവിത ചൊല്ലി പിന്നെ എന്താ പറയുക, ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഗ്രൂപ്പായോ അല്ലെങ്കിൽ വ്യക്തിഗതമായോ ഒക്കെ അവതരിപ്പിക്കുക. അടുത്ത പ്രവർത്തനം എന്താണ്? കവിതയുടെ ഉള്ളറിഞ്ഞെങ്കിൽ മാത്രമേ കവിത ആസ്വദിക്കാൻ പറ്റൂ. ഓരോ കവിതയും ഓരോ മനസ്സാണ്, അല്ലേ? ആ ഓരോ കവിതയും നമ്മൾ അർത്ഥം അറിഞ്ഞ് നമ്മൾ ഈ നാമം ജപിക്കാറില്ലേ? കുറേ ശ്ലോകങ്ങൾ വെറുതെ ഇങ്ങനെ വായിച്ച് വിട്ടുകൊണ്ട് എന്തെങ്കിലും ഓം ഭൂർഭുവസ്വ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭർഗോദേവസ്യ ധീമഹീം ധിയോ യോ ന പ്രചോദയാത് അവനെയോ നമോ നാരായണായ എന്നൊക്കെ പറഞ്ഞ ശ്ലോകങ്ങൾ, അതിൻ്റെ അർത്ഥം വല്ലതും അറിയോ ആർക്കെങ്കിലും? ലളിതാ സഹസ്രനാമം, മറ്റൊരുപാട് നമ്മൾ സന്ധ്യാനാമം ചൊല്ലുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ. എന്തായാലും ആരെ ആരാധിച്ചാലും അവയുടെയൊക്കെ അർത്ഥം അറിയുമോ? അർത്ഥം അറിഞ്ഞ് വേണം ചൊല്ലാൻ എന്നാണ് പറയുന്നതെങ്കിൽ നമുക്കതിന് ഫലപ്രാപ്തി ഉണ്ടാവുമെന്ന്. പക്ഷേ ഒരു കവിത ആ കവിതയുടെ ഉള്ളറിഞ്ഞെങ്കിൽ മാത്രമേ കവിത ആസ്വദിക്കാനാവൂ, നമുക്കതിൻ്റെ അർത്ഥം അറിയാനും ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കവിത നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കവിത മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ ചോദ്യങ്ങളുടെ ഉത്തരം തയ്യാറാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ വിശകലനം ചെയ്യാം. ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൽ നൂലറ്റു പോകാതിരിക്കുകയെന്നും മാനവനെന്നും വഴക്കടിച്ചും കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താ നഭസിൻ മീതെ പാറട്ടെ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. നൂലറ്റു പോകാതിരിക്കുക, പിന്നെ മാനവൻ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഈ ലോകത്തെ നിന്നും നന്മയുടെ പ്രതീകമായി ഉയർന്നുയർന്നു പോവുക, തിന്മയുടെ ആവരുത്, കോലം കെടുത്തിയ ഈ പാരിനെ വൃത്തിയാക്കുക, അല്ലേ, ഭംഗിയുള്ളതാക്കുക, പ്രവൃത്തി കൊണ്ട്, നമ്മുടെ എന്താ പറയുക, വീക്ഷണം കൊണ്ട് ഒക്കെ നന്നാക്കിയെടുക്കുക.
അങ്ങനെ പാറട്ടെ കൊച്ചുപട്ടം എന്നാണ്. കൂട്ടുകാരെ, നമ്മൾ എത്രയൊക്കെ ചുരുക്കി വിശദീകരണം, അതായത് അർത്ഥങ്ങൾ വിശദീകരണങ്ങളൊക്കെ ചുരുക്കിയാലും നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവുകയാണ്. അപ്പം പ്രധാനപ്പെട്ട പറയേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അത് അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെക്കാം. ഇനിയും ഇതിനകത്ത് മറ്റ് ചോദ്യോത്തരങ്ങളും ഒക്കെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും നോട്ട് പുസ്തകത്തിൽ പകർത്തുമല്ലോ അല്ലേ? അത് മനസ്സിലാക്കുകയും ചെയ്യുക. ഓക്കെ.